ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന്. വത്തിക്കാനിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ചടങ്ങ്. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ഖബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രധാന ബലിവേദിയിലേക്ക് കർദിനാൾമാരുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി മാർപ്പാപ്പ എത്തുന്നതോടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ലിയോ 14 മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആദ്യ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും ഇടയന്മാരുടെ ഓർമ്മയിൽ കഴുത്തിൽ അണിയുന്ന പാലിയവും സ്വീകരിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിലെ സുവിശേഷ പാരായണത്തിന് ശേഷമായിരിക്കും മാർപ്പാപ്പ പാലിയവും മോതിരവും സ്വീകരിക്കുക. തുടർന്ന് പോപ്പ് മൊബീലിൽ യാത്ര ചെയ്ത് വിശ്വാസികളെ ആശീർവദിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യും. വിവിധ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. അമേരിക്കയെ പ്രതിനിധീകരിച്ച വൈസ് പ്രസിഡന്റ് JD വാൾസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുക്കും. ഇവർക്കൊപ്പം നിരവധി US കോൺഗ്രസ് അംഗങ്ങളും സന്നിഹിതരാകും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാങ്കോ ബൊയ്റു, യുക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി, ബ്രിട്ടനിലെ എഡ്വേർഡ് രാജകുമാരൻ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലൈൻ ഉൾപ്പെടെ വിവിധ ലോക നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കും. മാർപ്പാപ്പ മുൻപ് സേവനമനുഷ്ഠിച്ച പെറുവിൽ നിന്ന് ഭരണാധികാരികൾക്കൊപ്പം വിശ്വാസികളുടെ പ്രതിനിധികളും ചടങ്ങിനെത്തും. മാർപ്പാപ്പയുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻസ് നാരായൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘവും പോപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. നാഗാലാൻഡ് ഉപമുഖ്യമന്ത്രി യാന്തുങ്കോ പട്ടൂണും ഇന്ത്യൻ സംഘത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.